Giants Gold 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ കോൾ 8590046916. കേരള കർഷക സംഘം കൃഷി ചെയ്ത തരിശുരഹിത നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം PM ഇസ്മയിൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം കൃഷി ചെയ്ത തരിശുരഹിത നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. മാറാടി പഞ്ചായത്തിലെ കുരുക്കുന്നപുരം പാടശേഖരത്തിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് 1000 മേനിയിനം നെൽവിത്ത് വിതച്ച് വിളവെടുത്തത്. കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം PM ഇസ്മയിൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷി ഇന്ന് ഇന്ത്യ രാജ്യത്ത് നോക്കുമ്പോൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ത്യയിൽ ചൈനയേക്കാൾ കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ രാജ്യം മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കൃഷിയാണ് നെല്ല്. പക്ഷേ ആ നെൽകൃഷിക്കാരെ സഹായിക്കാനുള്ള യാതൊരു പദ്ധതികളും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നെല്ല് ഏറ്റെടുക്കാനുള്ള പരിപാടിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പ്രത്യേകമായി സബ്സിഡി കൊടുക്കാനുള്ള അധികാരം പോലും എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ പാവപ്പെട്ട കൃഷിക്കാരെ സഹായിക്കാനായിട്ട് ഒരു കിലോ നെല്ലിന് 8 രൂപ വീതം കൂടുതൽ കൊടുക്കാനാണ് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു അങ്ങനെ കൃഷിക്കാർക്ക് കൂടുതൽ പണം കൊടുക്കാൻ പാടില്ല, കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന വിലയ്ക്ക് മാത്രമേ ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കുകയാണ്. നമ്മുടെ ഖജനാവിൽ നിന്നാണ് 8 രൂപ വെച്ച് കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് 1 രൂപ പോലും ബാധ്യത ഇല്ല എന്നിരിക്കെ കേന്ദ്ര ഗവൺമെൻറ് ഇതുപോലുള്ള പദ്ധതികളെ എതിർക്കുകയാണ്. നമ്മുടെ കേരളത്തിലാണ് ഈ കൃഷിക്കാരെ സഹായിക്കാനുള്ള ഒത്തിരി പരിപാടികൾ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തരിശു കിടക്കുന്ന മുഴുവൻ നിലവും കൃഷിയോഗ്യമാക്കാനായിട്ടുള്ള പ്രത്യേക സബ്സിഡി സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പഞ്ചായത്തിൽ കർഷക സംഘം നടത്തുന്ന കൃഷിയെ സംബന്ധിച്ച് വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി KY മനോജ് വിശദീകരിച്ചു. 4 മാസക്കാലം മുമ്പ് ഇവിടെ ഇതേപോലെ തന്നെ വിത്ത് വിതച്ച് കൃഷി ആരംഭിക്കുകയും ഇപ്പോൾ ഇതൊന്നിപ്പോൾ വിളവെടുപ്പിലേക്ക് എത്തിയിരിക്കുകയും ചെയ്യുകയാണ്. ഇതൊരു മാറാടിക്ക് അല്ലെങ്കിൽ പൊതുവിൽ മൂവാറ്റുപുഴയിലെ കാർഷിക മേഖലയ്ക്ക് ഒരു മാതൃകയാണ്. കർഷക സംഘം അടക്കമുള്ള കർഷക പ്രസ്ഥാനങ്ങൾ കൃഷി സംരക്ഷിക്കാൻ, തരിശു കിടക്കുന്ന പാടശേഖരങ്ങളെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയാൽ ഈ മൂവാറ്റുപുഴയെ, മാറാടിയെ ഹരിതാഭമായ അല്ലെങ്കിൽ നെൽകൃഷിയുടെ കേദാര ഭൂമികളാക്കി മാറ്റുവാൻ തീർച്ചയായിട്ടും കഴിയും. ആ നിലയിലുള്ള കാഴ്ചപ്പാടുമായിട്ട് കർഷക സംഘം അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് പോവുകയാണ്. ഇനി ഇത് ഒരു പരിപാടി നടത്തി അവസാനിപ്പിക്കുകയല്ല, ഇതിൻ്റെ തുടർച്ചയുണ്ടാകും. മാറാടിയിലെ മുഴുവൻ തരിശു നിലങ്ങളും കർഷക സംഘത്തിൻ്റെ കാർഷിക സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യും. കേരള കർഷക സംഘം വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് PN സോമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPIM ലോക്കൽ സെക്രട്ടറി MN മുരളി, പഞ്ചായത്ത് മെമ്പർ തേജസ് ജോൺ, ലതാ ശിവൻ, ഗണേഷ് T ശങ്കർ, ജയ് മാത്യു മണിയാട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു. പഞ്ചായത്തിൽ 5 ഏക്കർ സ്ഥലത്താണ് കർഷക സംഘം കൃഷി തുടങ്ങിയത്. കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന നെല്ല് അരിയാക്കി മാറാടി റൈസ് എന്ന പേരിൽ പാക്കറ്റുകളിൽ വിൽപ്പനയ്ക്കായി പുറത്തിറക്കും. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഘട്ടം ഘട്ടമായി നെൽകൃഷി വ്യാപിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.